friends, welcome back to my channel. ഞാൻ മഞ്ജുശ്രീ. എല്ലാവർക്കും നന്മ നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത്. ഇത് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. സാധാരണ ഞാൻ മിക്കവാറും വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്ര സിമ്പിൾ ആയിട്ടുള്ള കുട്ടികൾക്ക് പോലും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഈ റെസിപ്പി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഹെൽത്തി ആയിട്ട് നമുക്ക് എങ്ങനെയാണ് മാഗി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അടുപ്പത്തുള്ള പാൻ ഇപ്പോൾ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഇനി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ചെറിയ സവോളയാണ് അതുകൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടിനി 2 പച്ചമുളക് തിന്നായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുത്തതാണ് അതുകൂടെ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ട് 1 മിനിറ്റ് സമയം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്കിനി 1/2 കപ്പ് ക്യാരറ്റ് സ്ക്വയർ ഷേപ്പിലാണ് എല്ലാ വെജിറ്റബിൾസും അരിഞ്ഞെടുത്തിട്ടുള്ളത്. 1/4 കപ്പ് ക്യാപ്സിക്കം, 1/2 കപ്പ് ഗ്രീൻ പീസ്, ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്. ഇത്രയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. പിന്നീട് ഇതിലേക്ക് 2 പാക്കറ്റ് മാഗി മസാല പൗഡറാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ 2 പാക്കറ്റ് മാഗിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ മസാല പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 2 മിനിറ്റ് സമയം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ മസാലയുടെ ഒക്കെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കിട്ടും. അതിനുശേഷം അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ 2 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 2 മാഗിയുടെ പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് 2 കപ്പ് വെള്ളം ചേർത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഒരു ലിഡ് വെച്ചിട്ട് ഞാനതൊന്ന് അടയ്ക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഈ ഗ്രേവി നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ വെജിറ്റബിൾസ് ഒന്ന് തിളച്ച് വന്നാൽ മതി, ഒരുപാട് ബോയിലായിട്ട് വരണ്ട. അപ്പോൾ അതിലേക്ക് ആ 2 മാഗി ഞാൻ കട്ട് ചെയ്തിട്ടിപ്പോൾ 4 പീസാക്കിയിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് കൊടുക്കുകയാണ്. മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഇപ്പം ഗ്യാസ് ഉള്ളത്. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ മസാല മാഗി തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും. ഇനി ഇതിനകത്തേക്ക് ഇതിനെ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള മല്ലിയില കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഹെൽത്തി ആയിട്ട് നമുക്ക് മാഗി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങളിതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എന്നാലാണ് ഞാൻ ഇനിയും പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അടുത്ത ദിവസം ഇതേപോലെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.